കയ്പമംഗലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TM നാസറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം. എങ്ങനെയാണ് ഇത്തവണ കയ്പമംഗലം കൈപ്പിടിയിൽ ഒതുക്കുമോ? കയ്പമംഗലം മധുരിക്കും, കൈപ്പിടിയിൽ ഒതുക്കും. എങ്ങനെയാണ് LDFിൻ്റെ വികസന കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? LDFിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ വികസനം എന്നുള്ള വാക്കതിൽ പറയാൻ പറ്റില്ല. അവർ MLA മാരായി അവർ മരണ വീട്ടിൽ പോരും, കല്യാണ വീട്ടിൽ പോരും, വിളിച്ചാൽ അങ്ങനെയൊക്കെ വരും. അവരൊക്കെ നല്ല സ്വഭാവങ്ങളായിരുന്നു, അവരൊക്കെ നന്നായി പെരുമാറും, നല്ല സ്നേഹിതന്മാരാണ്. അതൊക്കെ നാടിന് വേണ്ടി അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കിട്ടുന്ന MLA ഫണ്ട് അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സ്കൂളിനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വല്ല റോഡ് ഇതൊക്കെ അല്ലാതെ ബാക്കി ഇത് MLA ഫണ്ട് മാത്രം ഉപയോഗിച്ചൊന്നും നാട്ടിൽ വികസനം നടത്താൻ പറ്റില്ല. മറ്റുള്ള ഫണ്ടുകൾ സംസ്ഥാനത്തും രാജ്യത്തും അകത്തും പുറത്തുമുള്ള ഫണ്ടുകൾ സമ്പന്നരായ ആളുകളുണ്ട് ചെയ്യാൻ. ആ ആളുകളെ പ്രയോജനപ്പെടുത്തി നമുക്ക് പരിപാടികൾ പദ്ധതികൾ ആവിഷ്കരിച്ച് ചെയ്യുമ്പോഴാണ് നാടിന് വികസനം ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്ക് കിട്ടുന്ന ഈ MLA ഫണ്ട് മാത്രം വെച്ചിട്ട് ഒന്നും നടക്കില്ല. UDF വിജയിച്ചാൽ എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കയ്പമംഗലം മണ്ഡലത്തിൽ? ആദ്യം കുടിവെള്ളം എത്തിക്കലാണ്. മാസത്തിലൊരിക്കൽ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും, മാസത്തിലൊരിക്കൽ കുടിവെള്ളം വന്നാൽ ഇതെന്താണ്? ഞങ്ങൾക്ക് ഈ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സംസം വെള്ളം കിട്ടും. ഇത് പരിശുദ്ധ ഹറം പള്ളിയിൽ പോയി കഅബയിൽ പോയി കഴിഞ്ഞാൽ ഹജ്ജിനോ ഉംറയ്ക്കോ പോയി കഴിഞ്ഞാൽ ആ വെള്ളം കൊണ്ടുവന്ന് നമ്മളിങ്ങനെ ഓരോ സ്പൂണാക്കി. അതുപോലെയാണ് ഇപ്പോൾ കേരളത്തിൽ ഇത്ര സമൃദ്ധിയായിട്ടുള്ള വെള്ളം. പെരിയാറിൽ കുടിവെള്ളം നല്ല ശുദ്ധജലമാണ്. ചാലക്കുടി പുഴ ശുദ്ധജലമാണ്, കരുവിന് പുഴ ശുദ്ധജലമാണ്. ഈ വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് പൈപ്പിട്ട് അതിന് കാശ് കൊടുക്കണ്ട. ഇവിടെ തന്നെ പല തലത്തുകളും ഒന്ന് കുഴിച്ചാൽ നല്ല വെള്ളം കിട്ടും. ആ വെള്ളം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയില്ല. പിന്നെ എന്തിനാ പറ്റിയവർക്ക്? നമുക്ക് പദ്ധതികൾ ഉണ്ടാക്കണം, പദ്ധതി ആവിഷ്കരിച്ച് കുടിവെള്ളം, വെളിച്ചം, സഞ്ചാര ഇതൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി. ആ ഇൻഫ്രാസ്ട്രക്ചർ ഒരിക്കലും നമുക്ക് ഒരു ജനപ്രതിയായിട്ടൊന്നും ഇരിക്കാനുള്ള യോഗ്യതയില്ല. ഞാൻ ഒരു ചെറിയ പഞ്ചായത്ത് തൊട്ടുള്ള 50 വർഷത്തെ പൊതുജീവിതത്തിൽ എന്ന് പറയുന്നത്. നമ്മ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ച് പരമാവധി ആലോചിക്കുക, ചർച്ച ചെയ്യുക. ഈ ബുദ്ധിമുട്ടിയാൽ നടക്കാത്ത ഒരു കാര്യമില്ല. ഒരു എയർപോർട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വേണമെങ്കിൽ ബുദ്ധിമുട്ടിയാൽ നടക്കുന്നേ. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കാൻ വേണ്ടത്. ഇതെങ്ങനെ നടക്കുന്നത് ആലോചിക്കല്ല. 65 വർഷം മുമ്പുള്ളൊരു കോളേജാണ് ഇന്നുള്ളൂടെ. വേറൊരു ഇത്ര എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിൽ വന്നില്ലേ, മെഡിക്കൽ കോളേജ് വന്നില്ല, ഒന്നുമില്ല ഇവിടെ. ഞാനും ഇതിനു മുമ്പുള്ള MLAയും പഠിച്ചൊക്കെ ഒരു കോളേജ്, ആ കോളേജ് എന്നേ വേറെ ഒന്നും ഉണ്ടായില്ല. കേരളത്തിൽ പൊതുവെ ഒരു LDFിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയപ്പെടുന്നു. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും ഞങ്ങൾ ഇതുവരെ കാണാത്ത ഒരു തരംഗം തന്നെയാണ്. എവിടെ കാണുമ്പോഴും ഇതിനുണ്ട്. ഇപ്പോൾ ഒരു സ്വീകരണ യോഗ ഒരു പോയിൻ്റാണ് ഇന്നുള്ള സിറാജ് മാഷൊക്കെ 30-32 സ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ട്. അതിലൊരു സ്ഥലമാണ് പരിയാശ്ശേരി പള്ളി പരിസരം. ഇവിടെ ഇത്രയും ആളുകൾ കൂടി നിൽക്കുന്നുണ്ടില്ലേ. അവർക്ക് എന്തോ ഈ ഗവൺമെൻറ് ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നുള്ള ഒരു അഭിപ്രായം ഇപ്പോഴല്ല, ഒരു 2.5 കൊല്ലം മുമ്പ് തുടങ്ങി. അങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചത്, പാർലമെൻറ്റിൽ ജയിച്ചത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജയിച്ചത്. ആ തരംഗം ഇപ്പോഴും നിയമസഭ തെരഞ്ഞെടുപ്പ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 100% 100-ലധികം സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പുണ്ടാവും. അതിലൊന്ന് കയ്പമംഗലമാവും. എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. തിരക്കുള്ള സമയം ഞങ്ങൾക്ക് മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി.